പപ്പടത്തിന് നമ്മൾ 7 രൂപ കൊടുക്കുന്നുണ്ട്. 7 രൂപ കൊടുക്കുമ്പോൾ പപ്പടം നമുക്ക് ലൈവായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് തന്നാൽ ഇറ്റ്സ് ഗുഡ്. ഇത് 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിൻ്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഞാൻ കരുതി വളരെ ഫ്രീ ആയി റിലാക്സായി കൂളായി കാമായി കുറച്ച് വീഡിയോ എടുക്കാമെന്ന്. ഞാൻ റീസെൻ്റ്ലി ഇട്ട വീഡിയോയിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഹങ്കർ മൃണാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ 98% എല്ലാം പോസിറ്റീവ് കമൻ്റ് ആയിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് പേര് എനിക്ക് എന്താ പറയുക ഇൻസ്റ്റയിലും ഒക്കെ പറഞ്ഞ ഒരു ടോപ്പിക്. എൻ്റെ ഫ്രണ്ട്സ് വരെ കോണ്ടാക്റ്റ് ഇല്ലാത്ത കുറേ പേര് എൻ്റെ നമ്പർ എടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടാ ദാറ്റ് വീഡിയോ വാസ് സൂപ്പർന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്ക് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് പറ്റുകയാണെങ്കിൽ കൊച്ചിയിൽ വരുന്ന സമയത്ത് ഈ പെർട്ടിക്കുലർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ജെനുവിനായി റിപ്ലൈ പറയണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി സീക്രട്ട് ഏജൻറ്റ് ആ പെർട്ടിക്കുലർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടു. ഐ തോട്ട് ലൈക്ക് 2 or 3 ഡേ മുമ്പാണ്. അപ്പോൾ എൻ്റെ ചില പേഴ്സണൽ റീസൺസ് കൊണ്ട് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. സോ എഗെയിൻ ബാക്ക് ഇന്നാണ് ഞാൻ ട്രാക്കിലോട്ടൊക്കെ ഒരു ഓൺ പവറോട് കൂടി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ വീഡിയോ അങ്ങ് കാണാമെന്ന് കരുതി. കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. വലിയ വീഡിയോൻ്റെ ഫുൾ വിശകലനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആ വീഡിയോയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി അതിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഒരു 75% ഫുഡ് ഗുഡാണെന്നും എന്നാൽ ഒരു 25% പുള്ളിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീഡിയോയിൽ ഞാൻ ആ ഫുഡിനെ പറ്റി കുറ്റം എന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഈച്ച ബിരിയാണി കേസിൽ പറഞ്ഞു എന്നല്ലാണ്ട്, കാരണം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാത്തിടത്തോളം കാലം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അതിൽ അദ്ദേഹം കൺവേ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് മാറ്റി നിന്ന് ഫുഡിനെ കുറിച്ചിട്ട് അവിടെ കഴിച്ച ഒരു ഇൻഫ്ലുവൻസ് ആൻഡ് ഒരു ജെനുവിൻ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. ഈ സാമ്പാറില്ലേ, ഇത് ഒരാൾക്ക് ആ ചോറിന് തികയില്ല, 2 സാമ്പാർ തികയില്ല. ഹംഗ്രി മൃണാളിന് ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. കമ്മിങ് ടു പപ്പടം 7 rupees നമ്മൾ 6 എണ്ണം മേടിച്ചു. ദാറ്റ് വാസ് ഡിസാസ്റ്റർ. ഞാൻ അവിടെ തന്നെ ഫ്ലോർ മാനേജറോട് അത് പറഞ്ഞു, നമ്മളോട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചപ്പോൾ പപ്പടത്തിന് നമ്മൾ 7 രൂപ കൊടുക്കുന്നുണ്ട്. 7 രൂപ കൊടുക്കുമ്പോൾ പപ്പടം നമുക്ക് ലൈവായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് തന്നാൽ ഇറ്റ്സ് ഗുഡ്. ഇത് 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിൻ്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ട്. എല്ലാ പീസും കൂടെ ഞാൻ ഇതിലോട്ട് ഇടുകയാണെങ്കിൽ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ട് ആ വീഡിയോയിലൊരു കോമൺ ആയ അഭിപ്രായം പറയുകയാണെങ്കിൽ സീക്രട്ട് ഏജൻറ്റും ഷെസാമും ആളുടെ വൈഫും പിന്നെ വേറെ ലൈക്ക് ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന, എനിക്ക് ആ കുട്ടിയുടെ പേരുള്ള ഇവരൊരു 5 പേരാണ് ആ ഹോട്ടലിൽ പോയത്. അവരവിടെ ചെല്ലുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം ഏകദേശം അറിയാമല്ലോ. നമ്മളവിടെ ചെല്ലുന്നു, ഓർഡർ ചെയ്യുന്നു, നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടുന്നു. ടോക്കൺ നമ്പർ ആവുന്ന സമയത്ത് നമ്മളവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കളക്ട് ചെയ്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇതാണ് അവിടുത്തെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇവർ ഓർഡർ ചെയ്തത് 2 ടൈപ്പ് ഓഫ് ബിരിയാണികളാണ്. എന്ന് വെച്ചാൽ ഒന്ന് ദം ബിരിയാണിയും ഒന്ന് ഫ്രൈഡ് ബിരിയാണി, പിന്നെ ഒരു മീൽസ്. ഇത്ര കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. പിന്നെ ഇവർ പായസം കുടിച്ചത് കണ്ടു, പിന്നെ ചായ കുടിച്ചത് കണ്ടു, എന്തൊക്കെയോ കടി കഴിച്ചതൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചിട്ടും ഓരോ ഫുഡിനെ കുറിച്ചിട്ടും വേർഡ് ബൈ വേർഡായിട്ട് സീക്രട്ട് ഏജൻറ്റ് ആളുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എല്ലാ പീസും ഞാനിതിലെടുത്ത് പറയുന്നില്ല, കാരണം അത് ഫുള്ള് പറയാൻ നിന്നാൽ ലോങ് ആവും. അപ്പം നിങ്ങൾക്ക് ഒരു തോന്നും, അയ്യോ കുറ്റം മാത്രം എടുത്തിട്ടാണല്ലോ ഈ ചേച്ചി പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആൾക്കാരോട് ഈ വീഡിയോയിൽ സീക്രട്ട് ഏജൻറ്റ് കൺവേ ചെയ്തിട്ടുള്ളത് അവരുടെ ഫുഡൊക്കെ ടേസ്റ്റിയാണ്. ഫുഡ് നല്ല ടേസ്റ്റാണ്. എന്നാൽ ചില ടേസ്റ്റുകൾ ഓരോ വ്യക്തി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ പൊരിച്ച ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പുഴുങ്ങിയ ബിരിയാണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ കുറച്ച് മസാലയും എരിവൊക്കെ ഉള്ളൊരു ബിരിയാണി ഇഷ്ടമുള്ള ആൾക്ക് എരിവില്ലാത്ത ബിരിയാണി കൊടുത്തിട്ടുണ്ടെങ്കിൽ താല്പര്യമുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെ ടേസ്റ്റ് ബഡ് അനുസരിച്ച് ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വരുമെങ്കിലും പൊതുവേ അവിടുത്തെ ഫുഡ് ഭയങ്കര രസമുള്ളതാണ് എന്നാ പറഞ്ഞു. പക്ഷേ എന്നെ അവിടെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പപ്പടം 7 rupees നമ്മൾ 6 എണ്ണം മേടിച്ചു. ദാറ്റ് വാസ് ഡിസാസ്റ്റർ. ഐ റിപ്പീറ്റ് ദിസ് ഈസ്, എനിക്ക് തന്നെ ഒന്നുകൂടെ കേൾക്കണമായിരുന്നു. കാരണം ഇനി എൻ്റെ കേൾവീൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഒരു പപ്പടത്തിന്
7 രൂപ. വാട്ട് ദ ബുൾഷിറ്റ്. സത്യസന്ധമായി പറയും, എന്ത് ബുൾഷിറ്റാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രയൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടാണ് പപ്പടത്തിന് 7 ഉറുപ്പ്യാന്ന് കേൾക്കുന്നത്. എൻ്റെ പൊന്നു ഭഗവാനെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിവിടെ അപ്പോൾ 6 പപ്പടം എന്ന് പറഞ്ഞാൽ 6 × 7 35 ഉറുപ്പ്യ. എനിക്കിവിടെ ഞായറാഴ്ച ദിവസം ഞാൻ ഷോർട്സ് ആയിട്ട് കാണിച്ചാൽ ഒരു പപ്പടാൻ്റെ പപ്പടം സെയിൽ ചെയ്യാൻ വരുന്നുണ്ട്. അവരെ കയ്യിൽ നിന്നാണ് നമ്മളെപ്പോഴും പപ്പടം വാങ്ങുക. 2 കൂട് പപ്പടത്തിന് എൻ്റെ അമ്മൂമ്മ കൊടുക്കുന്ന 50 ഉറുപ്പ്യ. എന്തായാലും അതിൽ 20ൻ്റെ മുകളിൽ പപ്പടം ഉണ്ടാവും. അപ്പോൾ എന്തൊരു അറവുശാല അവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ സീക്രട്ട് ഏജൻറ്റ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 7 ഉറുപ്പ്യക്ക് കൊടുക്കുന്ന പപ്പടം എന്ന് വെച്ചാൽ എപ്പോഴോ പൊരിച്ച് വെച്ച പപ്പടമാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, എടുത്തു കൊടുക്കുന്നത്, അല്ലാണ്ട് അപ്പം ഇട്ട് കൊടുക്കുന്നതല്ല. ചമ്മന്തി ഫൈന് എന്നല്ല, തേങ്ങ അറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ പറയും പപ്പടം ഉണ്ടാക്കുന്ന മാവിന് വില കൂടുതലാന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തിടപാടാണ് ഈ ഹോട്ടലിൽ എന്നുള്ളത് എനിക്ക് സത്യസന്ധമായി പറഞ്ഞ് എനിക്കറിയില്ല. എനിക്ക് ഇന്ന് ഹംഗ്രി മൃണാലിന് കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. ബിക്കോസ് അതിനകത്ത് ഒരു മസാലേൻ്റെ കുത്തും പിന്നെ ഒരു എക്സ്ട്രാ ഈ വെളുത്തുള്ളിയുടെ ഒരു കുത്തുണ്ട്. ബൈ ദ വേ, ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല, ചൂട് കുറവായിരുന്നു. ആൻഡ് ഈ ചിക്കൻ ഫ്രൈൻ്റെ അപ്പോൾ ഇവിടെ കഴിച്ച ഫുഡിൻ്റെ പോസിറ്റീവ്സിൻ്റെ കൂടെ തന്നെ ഓരോ ഫുഡിലുണ്ടായിരുന്ന ഡീമെറിറ്റ്സും സീക്രട്ട് ഏജൻറ്റ് വളരെ പെർഫെക്റ്റ്ലി പറയുന്നുണ്ട്. അപ്പോൾ ആൾ കഴിച്ചതിൽ ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് ചിക്കൻ ഫ്രൈ ആണെന്നും അതിൻ്റെ മസാല കുറച്ച് കൂടുതലാണെന്നും വെളുത്തുള്ളീൻ്റെ ചൊവയൊക്കെ ഭയങ്കര കുത്തി നിൽക്കുന്നുണ്ട് എന്ന രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 60 രൂപയ്ക്ക് 1, 2, 3 പീസ് എങ്ങാനും ഉള്ളൂ. അത് ചെറിയ പീസാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിലും വലിയ പ്രൈസിനോട് ഉതകുന്ന രീതിയിലുള്ള ചിക്കൻ ഫ്രൈ അല്ല അവർക്ക് കിട്ടിയത് എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഹോട്ടലിൻ്റെ മിസ്റ്റേക്കാണ്. ഒരു കാര്യം ഞാൻ പറയാം, ചിക്കൻ ഫ്രൈക്ക് ഇതിൽ എത്ര ചാർജ് ചെയ്യുന്നവർ 60 റുപ്പീസാണ് ഒരു ചിക്കൻ ഫ്രൈക്ക്. എനിക്ക് പേഴ്സണലി അതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല. ക്വാണ്ടിറ്റി വൈസും 60 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ചെറിയ പീസ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് വർത്ത്. സാമ്പാർ നല്ലതാണ്, പക്ഷെ ആ ക്വാണ്ടിറ്റിയിൽ സാമ്പാർ 20 രൂപയ്ക്ക് ഈ സാമ്പാർ എനിക്ക് തോന്നുന്നു 2-3 വട്ടം ആളുകൾക്ക് വാങ്ങേണ്ടി വരും. 20 രൂപയാണ് ഒരു പായസത്തിൻ്റെ 20 രൂപ എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിന് ഇറ്റ്സ് നോട്ട് വർത്ത്. 20 രൂപയ്ക്ക് ആ പായസം അത്ര ക്വാണ്ടിറ്റി പറഞ്ഞത് സാമ്പാറിനെ കുറിച്ചാണ്. കാരണം നിങ്ങളുടെ കടയിൽ ഒരു സാധനം സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ, ഇപ്പം ഞാൻ എത്രയോ കടകളിൽ പോയി ഊണ് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഊണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറും കറിയും ഒഴിച്ച് തന്ന് വീണ്ടും നമ്മൾ അവരോട് കറി ചോദിക്കുമ്പോൾ അവർ കറി നമുക്ക് ഒഴിച്ച് തരിക ചെയ്യാം. അല്ലാണ്ട് വീണ്ടും ഒരു കറി വാങ്ങുന്നതിന് അവർ പൈസ ഈടാക്കില്ല. ഇത്ര പപ്പടത്തിന് പൈസ ഈടാക്കുന്ന നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഈ രണ്ടാമത് കറി വാങ്ങിയിട്ടുണ്ട് അതിനും ഈടാക്കും. അപ്പം നിങ്ങൾ ഈ തരുന്ന കോപ്പയിലുള്ള കറി എത്രയാണെങ്കിലും അത് ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പം തികയുന്നില്ല എന്നൊരു അഭിപ്രായം. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പായസത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് വിധം പീസ് എടുത്ത് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ കരുതും ഹംഗർ മിനറാളിൻ്റെ ഷോപ്പിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ചേച്ചി എവിടെ നിന്നോ PR എടുത്ത് വന്നതാണോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭയങ്കര മസാലയാണെന്ന് പറയുന്നുണ്ട്. ബിരിയാണീൻ്റെതായ ഫ്ലേവർ ഒന്നുമില്ല, ഉള്ളി ഒരുപാട് ഇട്ടിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പപ്പടത്തിന് 7 രൂപ വെച്ച് ഈടാക്കുന്നുണ്ട്. ചമ്മന്തി ചെറിയൊരു കോപ്പയിൽ ഇത്രയുള്ള ചമ്മന്തിക്ക് 10 രൂപ. അത് പുതിനയിലെ ചമ്മന്തിയാണ്, പക്ഷേ ദാറ്റ് വാസ് വെരി ടേസ്റ്റി എന്ന് പറയുന്നുണ്ട്. പായസം, ഒരു കുഞ്ഞു ഗ്ലാസ്സിലുള്ള പായസം വളരെ ടേസ്റ്റിയാണ്, പക്ഷേ 10 രൂപയാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അവരവരുടെ ഷോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇൻ ഓവറോളായിട്ട് സീക്രട്ട് ഏജൻറ്റ് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒന്ന്, ടേസ്റ്റ് ഉള്ള ഫുഡും ഉണ്ട്, എന്നാൽ ടേസ്റ്റ് ഡിഫറെൻ്റ് ഉള്ള ഫുഡും ഉണ്ട്. കാരണം എല്ലാ ഫുഡും എല്ലാവർക്കും ചിലപ്പോൾ ഈ ടേസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് മേ ബി എൻ്റെ ടേസ്റ്റുമായിട്ട് സിമിലർ അല്ലാത്ത ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നും ആൾ കൺവേ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, കുറേ പ്രൊഡക്ട്സുകൾക്ക് നമ്മൾ ബാക്കിയുള്ള ഹോട്ടലുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒന്നും വാങ്ങാത്ത, എന്ന് വെച്ചാൽ ചില പ്രൊഡക്റ്റിന് വാങ്ങാത്ത പൈസകൾ ഇവിടെ ഉണ്ട്. എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടോ രണ്ടാമതൊരു ഇച്ചിരി കറി വാങ്ങാമെന്ന് കരുതുന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ പൈസ അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പോയാൽ. മൂന്നാമത്തെ കാര്യം, ബിരിയാണി, തണുത്ത ബിരിയാണിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ചിലപ്പം ഡെലിവറി ചെയ്യുന്ന ടൈമോ അല്ല അതിൻ്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാരണമായിരിക്കും കിട്ടിയത്. പിന്നെ നാലാമത് കൺവേ ചെയ്തിട്ടുള്ള അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഹോട്ടൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുക്കുന്ന പൈസയ്ക്ക് വേണ്ട രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് ഇവർ സെർവ് ചെയ്യുന്നില്ല. അതിന് ഉദാഹരണം പറഞ്ഞതാണ് ചമ്മന്തി, ചിക്കൻ ഫ്രൈ, പായസം. ഇതൊക്കെ വിശദീകരിച്ച്
നല്ല വൃത്തിയിൽ നമ്മളുടെ സീക്രട്ട് ഏജൻറ്റ് ആളുടെ വീഡിയോയിൽ കൺവേ ചെയ്തിട്ടുണ്ട്. ഇനി അബൌട്ട് ഈച്ച കൊടുത്താൽ പോരാ എന്ന് എനിക്കൊരു പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഈച്ചേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു 4-5 ഈച്ച അവിടെ ഇവിടെ ഉണ്ട്. പപ്പടത്തിൻ്റെ മുട്ടേൻ്റെ ഒക്കെ പൈസ, ചട്നീൻ്റെ പൈസ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐഡിയ അടിപൊളി, കോൺസെപ്റ്റ് അടിപൊളിയാണ്. The only problem is യുവർ ആറ്റിറ്റ്യൂഡ്. ബ്രോ വന്ന് സംസാരിക്കുന്നതാണ് പ്രശ്നം. ബ്രോ ഒരു കാര്യം ചെയ്യണം, ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് സീക്രട്ട് ഏജൻറ്റ് ചാനലിൽ പോയിട്ട് വളരെ വ്യക്തമായിട്ട് കാണാം. എന്നെങ്കിലും കൊച്ചിയിൽ പോകാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ പോയി കഴിച്ച് വീഡിയോ എടുത്ത് കാണിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ ഇത് അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷേ എന്നെ ഭയങ്കര അമ്യൂസ് ചെയ്തതാണ് കേട്ടോ. സീരിയസ്ലി ഞാൻ വൈ ഐ ഡിഡ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്രയുള്ളൂ. 7 ഉറുപ്പ്യൻ്റെ പപ്പടവും 10 ഉറുപ്പ്യൻ്റെ ചമ്മന്തിയും കേട്ടതുകൊണ്ട് മാത്രം. പായസമൊക്കെ 20 ഉറുപ്പ്യ അവർ വാങ്ങിക്കോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ബാക്കിയെല്ലാം ഞാൻ സമ്മതിക്കുന്നു. ചിക്കൻ ഫ്രൈ ഓക്കെ, ചിലർക്ക് മസാല, ചിലർക്ക് മസാല ഇല്ലായ്മൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു പപ്പടത്തിന് 7 ഉറുപ്പ്യ, പായസത്തിന് എന്താണ് ചമ്മന്തിക്ക് 10 ഉറുപ്പ്യ എന്ന് കേട്ടപ്പോൾ എൻ്റെ ഗോഡേ ഹാറ്റ്സ് ഓഫ് ടു മൃണാൾ. ഹാറ്റ്സ് ഓഫ്. ആൻഡ് ഫൈനലി ഈ വീഡിയോൻ്റെ എൻഡ് ഭാഗത്തിൽ കൺവേ ചെയ്തിട്ടുള്ളൊരു പീസ് ഉണ്ട്. ദാറ്റ് വാസ് സെഡ് ബൈ ഷെസാം. ബ്രോ, ഫുഡൊന്നും ഒരു കുഴപ്പമില്ല, താങ്കളുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാനും എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടിട്ടേ ഞാൻ ഈ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ സത്യസന്ധമായി പറയാലോ, ഹങ്കർ മൃണാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഈ പർട്ടിക്കുലർ വ്യക്തിനെ പറ്റി വലിയ നോളജ് ഒന്നുമില്ല. ഞാൻ കൂടുതലും മേക്കപ്പ്, കോസ്മെറ്റിക്സ്, ഡ്രസ്സ് ഇങ്ങനത്തെ മേഖലകൾ നോക്കുന്നത് കൊണ്ട് തന്നെ വ്ളോഗുകൾ നോക്കുന്നുണ്ട്. ഫുഡ് വളരെ കുറവാണ്. ഈ ഫുഡിനെ ഈ ക്രിറ്റിക്സ് പറയും, എനിക്ക് ഈ ഫുഡിനെ കുറ്റം പറയുന്ന വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല. അപ്പം ഞാൻ നോക്കലേ ഇല്ല. ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്താണ് ഞാൻ ആലോചിച്ചു, ഈശ്വരി മനുഷ്യൻ എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ഞാൻ കരുതി ചില വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടൊന്നുമല്ല ചെയ്യുക. ചിലതിലും ഞാൻ ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്തു, ചിലതിൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അതൊക്കെ ഓരോ ദിവസം നമ്മളുടെ ഒരു രീതി പോലെയാണ്. അപ്പോൾ ഞാൻ കരുതിയില്ല. പക്ഷേ ആ വീഡിയോ ഫുള്ള് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായില്ല, ദിസ് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. അത് ഞാൻ മനസ്സിലായി. മേ ബി വീഡിയോന് ഓരോരുത്തരും ഓരോരോ മുഖം കൊടുക്കുമല്ലോ, നേരിട്ട് ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഇൻ്റർവ്യൂവിൽ നിന്നും മനസ്സിലായി ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. മിസ്റ്റേക്സ് പറ്റാത്ത ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. എല്ലാവർക്കും മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തന്നെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്നിടത്താണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. സോ ഹങ്കർ മൃണാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും മിസ്റ്റേക്കുകൾ താങ്കളുടെ ഷോപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കസ്റ്റമർ, നോട്ട് സീക്രട്ട് ഏജൻറ്റ്, ഒരു കസ്റ്റമർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ടോട് പോകുന്ന സമയത്താണ് കുറച്ചും കൂടെ നിങ്ങളുടെ ഷോപ്പിന് ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ഹങ്കർ മൃണാളും കൊണ്ടാണ് ചേച്ചി വീഡിയോ ഇടുന്നത് എന്ന് പറയേണ്ട. അടുത്ത വീഡിയോ വെച്ച് വീണ്ടും കാണാം. ബൈ.